ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഇൻഫിനിറ്റി സ്റ്റൈലിലുള്ള ഒരു സാരിയാണ് ഡ്രേപ്പ് ചെയ്യാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ തവണ ചെയ്ത മെർമെയ്ഡ് സ്റ്റൈലിനൊക്കെ ഒരു സിമിലർ ആയിട്ടുള്ളൊരു സ്റ്റൈലാണ്. സെയിം അല്ല, പക്ഷേ ഏകദേശം കുറേയൊക്കെ സിമിലറാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സാരി സാധാരണ റൈറ്റ് സൈഡിലെ ഹിപ്പിൻ്റെ അവിടെയാണ് നമ്മൾ ടക്കിൻ ചെയ്യുക. ഫസ്റ്റ് ടക്ക് വരുന്നത് അവിടെയാണ്. അപ്പോൾ നന്നായിട്ട് സാരി നമ്മുടെ അരയ്ക്ക് ചുറ്റും ചുറ്റിയെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഏറ്റവും പുറകിലാണ് നമ്മുടെ സ്പൈന് തുടങ്ങുന്ന അവിടെയാണ് നമ്മൾ ഈ സാരി ടക്കിൻ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് സാരി നന്നായിട്ട് ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്തതിന് ശേഷം പല്ലുവിൻ്റെ പോർഷൻ നമ്മൾ മെഷർ ചെയ്ത് മാറ്റി വെക്കണം. സാധാരണ ഞാൻ സാരി ഉടുക്കുന്ന സമയത്ത് പല്ലുവാണ് ഫസ്റ്റ് മെഷർ ചെയ്ത് വെക്കുന്നത്. ഇതിലങ്ങനെയല്ല. ഇത് ഏകദേശം പല്ലുവിന് എത്ര ഒരു ലെങ്ത്ത് വേണമെന്ന് ഒരു അന്താസ് കണക്കിലാണ് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുള്ളത്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല്ല് കുറച്ച് നീളം കൂട്ടിയിട്ട് നമ്മൾ കണക്കാക്കി വെക്കണം. അത് കഴിഞ്ഞ് നമ്മൾ താഴത്തെ ഞൊറിയാണ് ഈ സാരി സ്റ്റൈലിൽ ഫസ്റ്റ് തന്നെ എടുക്കുന്നത്. താഴെ നന്നായിട്ട് സാരിയുടെ പ്ലേറ്റ്സ് നന്നായിട്ട് പിടിച്ച് ഞൊറിഞ്ഞെടുത്ത് വെക്കുക. സാരിയുടെ പ്ലീറ്റ്സ് എടുത്തിട്ട് അതൊരു പിന്ന് വെച്ച് സെക്യൂർ ചെയ്തിട്ട് നമ്മൾ പുറകു വശത്ത് ഏകദേശം നമ്മുടെ സ്പൈനിൻ്റെ ഒക്കെ ആ ഭാഗത്തായിട്ടാണ് നമ്മൾ ടക്കിൻ ചെയ്യുന്നത്. സാധാരണ സാരി നമ്മൾ ഫ്രണ്ടിലാണ് താഴത്തെ പ്ലീറ്റ്സ് നമ്മൾ എടുത്ത് വയ്ക്കുക, പക്ഷേ ഇത് പുറകു വശത്താണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഡിഫറൻസ് അതാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പല്ലു മെഷർ ചെയ്യുക. പല്ലു എന്നത്തെയും പോലെ തന്നെ നോർമലി നിങ്ങൾക്ക് ബ്രോഡായിട്ടാണെങ്കിൽ ബ്രോഡായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ചെറിയ പ്ലീറ്റ്സ് മതിയെങ്കിൽ അങ്ങനെ എടുക്കാം. പല്ലു നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒത്തിരി വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് പിന്നെ വെച്ച് സെക്യൂർ ചെയ്യരുത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് പോർഷൻ താഴത്തെ ആ പ്ലീറ്റ് ശരിക്കും ഒലഞ്ഞു കിടക്കുന്ന പോലെ തന്നെ കാണുന്ന രീതിയിൽ വേണം പല്ലു പിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ഒത്തിരി ടൈറ്റായിട്ടല്ല, സാധാരണ സാരി ഉടുക്കുമ്പോൾ ചെയ്യുന്ന പോലെ ഒത്തിരി ടൈറ്റായിട്ടല്ല പല്ലു പിൻ ചെയ്തേക്കുന്നത്, ലൂസായിട്ടാണ് പിൻ ചെയ്തേക്കുന്നത്. പല്ലു പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പല്ലുയുടെ ബാക്കി വരുന്ന ഭാഗം നമ്മുടെ നോർമലി നമ്മുടെ താഴത്തെ പ്ലീറ്റ്സ് എവിടെയാണോ ടക്കിൻ ചെയ്യുന്നത് അവിടെ ടക്കിൻ ചെയ്ത് വെക്കുക. അപ്പോൾ രണ്ട് സൈഡിലും ഒരു ഞൊറികൾ ഇങ്ങനെ കിടക്കുന്നതാണ്. നല്ല ഭംഗിയാണ് ഈ സാരി ഉടുത്ത് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഹിപ്പ് ചെയിനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ച ഹിപ്പ് ചെയിനാണ്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് സാരിക്കൊക്കെ നല്ലൊരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റും. ഒരു സിൽവറും ഒരു ഗോൾഡൻ കളർ ഹിപ്പ് ചെയിനാണ് എൻ്റെ കയ്യിലുള്ളത്. ചെറിയ പൈസയേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ആ ഹിപ്പ് ചെയിനും കൂടെ ആഡ് ചെയ്തപ്പം ഈ ലുക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒരു ഹാർട്ട് ഇമോജി, അല്ലെങ്കിൽ ഞാൻ ഇനി എന്താണ് എൻ്റെ വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കമൻറ്റ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫുൾ ലുക്ക് നമുക്കൊന്ന് കാണാം. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരു ദേവതയൊക്കെ പോലെയാണ് എനിക്ക് എന്നെ തന്നെ തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ഫ്രണ്ട്സിലും ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡ്രേപ്പിംഗ് സ്റ്റൈലായിട്ട് വീണ്ടും കാണാം.